നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, ഓ നബിയേ, അവരാരെന്നറിയുമോ? അഖിലുർ റിബാ, പലിശ തിന്നുന്നവനാണ്. ഇസ്രാഇന്റെ ചലനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, അതാ രക്തത്തിന്റെ പുഴയിൽ കിടന്ന് തത്തിക്കളിക്കുന്നു. ഇതാരാണ്? അഖിലുർ റിബാ, അവൻ പലിശദീനിയാണ്. പിന്നെയും യാത്രക്കിടയിൽ കാണുന്ന രംഗങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് മുഅല്ലഖാത്തിൻ ബിഅസ്ദാഇഹിന്ന, മാറുകൾ വലിച്ചുകെട്ടപ്പെട്ട സ്ത്രീകളെ കാണുന്നുണ്ട്. അവരുടെ മുലഭാഗങ്ങൾ വലിച്ചുകെട്ടിയിരിക്കുകയാണ്, മാറുകൾ വലിച്ചുകെട്ടിയിരിക്കുകയാണ്. അവരാരാണ്? ജിബ്രീൽ. ആരാണ് ജിബ്രീലേ? ഈ പുണ്യമായ യാത്രക്കിടയിൽ കാണുന്ന ഈ വേദനാജനകമായ രംഗം, മാറുകൾ വലിച്ചു ബന്ധിക്കപ്പെട്ടവരായി കാണുന്നതാരെയാണ്? ഉടനെ പറയുകയാണ്, അദ്ഖൽനാ അലർ റിജാലി മാ ലൈസ മിൻ ഔലാദിഹിം. ഭർത്താക്കന്മാര് അവര് ജന്മം നൽകാത്ത കുട്ടികളെ ഭർത്താക്കന്മാർക്ക് നൽകിയ ഭാര്യമാരാണ്. അഥവാ വേലി ചാടിയ പെണ്ണുങ്ങളാണ്. ഭർത്താവ് ഗൾഫിലാണ്, ഭാര്യയ്ക്ക് സഹിക്കുന്നില്ല, അവൾ അവനോടുള്ള സ്നേഹത്തിൽ ഒതുങ്ങി നിൽക്കുന്നില്ല, അല്ലാഹുവിനെ ഭയക്കുന്നില്ല. എന്നിട്ടവള് ഏതോ ഒരുത്തന്റെ കൂടെ പോവുകയാണ്, ഏതോ അന്യന്മാരുടെ കൂടെ കിടപ്പിറ പങ്കിടുകയാണ്. മഅദല്ലാഹ്. ഞാൻ എന്റെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രവാസി വിളിച്ച് നീള നേരം നിലവിളിച്ചു, കാര്യം പറയുന്നില്ല. അവസാനം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോൾ എന്റെ ഭാര്യ വിളിച്ചിരുന്നു, വ്യഭിചാരത്തിന്റെ ഗൗരവം പറയുന്ന ഒരു വഅദ് കേട്ടിട്ട് വിളിച്ചതാണ്. അവൾ ഒരു യതീമായിരുന്നു, ഞാൻ അവളെ വിവാഹം കഴിച്ചു. അവൾ പറഞ്ഞു, ഞാൻ യതീമത്തായി എന്റെ എളാപ്പാന്റെ വീട്ടിൽ കഴിയുമ്പോൾ ഇടയ്ക്കിടെ എന്റെ എളാപ്പ മാരകമായി എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്, ഹീനമായി. എന്തു ചെയ്യാനാണ് ഉസ്താദേ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ബലാത്കാരമായി പീഡിപ്പിക്കപ്പെട്ടവളാണ്. എനിക്ക് തോന്നി, അള്ളാനെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടല്ലേ ഇവള് ഫോൺ തുടങ്ങിയത്. മോളെ, നമ്മൾ തമ്മിൽ ജീവിക്കാൻ തുടങ്ങിയ ശേഷം നിനക്കൊരബദ്ധവും പറ്റിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് ചെയ്തു തരാം, നീ അള്ളാനോട് തൗബ ചെയ്തോ. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. അപ്പ അവളുടെ തൊണ്ടയൊന്നിടറി. ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ 3 വർഷമായി ഗൾഫിൽ ആയിരിക്കെ ഒരു ദിവസം എന്റെ ശരീരം എന്നെ വഞ്ചിച്ചു. ഞാൻ അയാളെ വിളിച്ചു വരുത്തി, അതിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ കട്ട് ചെയ്തിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ എന്തു ചെയ്യണം ഉസ്താദേ? എന്റെ ജീവിതം എല്ലാം പോയി. പ്രവാസ ലോകത്തിരുന്ന് എന്റെ ശബ്ദമാ സഹോദരൻ കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് വിശദമായി ഇപ്പോൾ കടക്കുന്നുമില്ല. എന്റെ ശബ്ദം എവിടെ നിന്നെങ്കിലും ശ്രവിക്കുന്ന പെണ്ണന്മാരെ, സഹോദരിമാരെ, ജല്ല ജലാലായ അല്ലാഹുവിന്റെ കോടതിയിൽ എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. സ്വകാര്യ ജീവിതത്തിൽ ഒരു അബദ്ധവും വരാതെ സൂക്ഷിക്കേണ്ടവരാണ്. റബ്ബിന്റെ കോടതിയിൽ എല്ലാം രേഖയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മാറുകൾ ബന്ധിക്കപ്പെട്ട പെണ്ണുങ്ങളെ മിഅ്റാജിന്റെ രാത്രിയിൽ കാണുന്നുണ്ട്. ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു, ആരാണ്? ഭർത്താക്കന്മാർക്ക് അവരു നൽകാത്ത മക്കളെ നൽകിയവളുമാരാണ്?
പെങ്ങളെ, ഒരു ദുർബല നിമിഷത്തിലും വഴികേടാവാതിരിക്കാൻ അങ്ങേയറ്റത്തെ ശ്രദ്ധ വേണേ മോളെ. ഭർത്താക്കന്മാരെ, ഭാര്യമാർക്ക് എല്ലാ സൗകര്യവും സമ്പാദ്യവും ഭക്ഷണവും നൽകിയിട്ട് നിങ്ങളിങ്ങനെ പ്രവാസ ലോകത്ത് പണിയെടുക്കുമ്പോ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകളെയും ഭാഷകളെയും അറിഞ്ഞുകൊണ്ട് ഏറ്റവും അടുത്ത സമയങ്ങളിൽ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത് വഴി കേടാവാതിരിക്കാനുള്ള സാഹചര്യം വേണം കേട്ടോ. ഇതിലേറെ എന്തു പറയാനാണ്? കലാലയങ്ങളുടെ മുറ്റത്ത് കാമാലയങ്ങൾ ഒരുങ്ങുന്ന പുതിയ വ്യവസ്ഥിതിയാണ്. ഒരു ഭരണാധികാരിയും അത് വേദനിപ്പിക്കുന്നില്ല. എന്റെ ഭരണരാജ്യത്ത് എത്ര തോന്നിവാസം നടക്കുന്നു, അതിന്റെ പേരിൽ എനിക്ക് വേദനയുണ്ടെന്ന് പറയാൻ ഒരു ഭരണാധികാരിയും ഇല്ല. എല്ലാ ഭരണാധികാരികളും ഇവിടെ എങ്ങനെ ടെക്നോ ഡെവലപ്മെന്റ് ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നു, ഇവിടെ എങ്ങനെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നു. കാരണം അവരുടെ പ്രവർത്തന മേഖല അതാണ്. എന്റെ രാജ്യത്ത് 16കാരിയും 12കാരിയും 6 വയസ്സുകാരിയും 3 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ പേരിൽ ഒരു ഭരണാധികാരിക്ക് തലവേദനയില്ല. ആധുനിക സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വാക്താക്കൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ, അരമനയുടെ അകത്തളത്തിൽ ചാരിത്രത്തോടൊക്കെ സംരക്ഷിക്കപ്പെട്ടിരുന്ന സ്ത്രീജനങ്ങളെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് കഴുകന്മാർക്ക് കൊത്തിക്കാൻ കൊടുത്തത് ഏതു വ്യവസ്ഥിതിയാണെന്ന് ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്ക് കഴിയുന്നു? അതിനൊന്നും ഇവിടെ പ്രശ്നമില്ല. സംവരണം എല്ലാ മണ്ഡലത്തിലും വന്നപ്പോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൂടിയോ ഇല്ലേ, സ്ത്രീകൾക്ക് പീഡനം ഏറിയോ ഇല്ലേ എന്ന് വിലയിരുത്താൻ ഒരു കമ്മീഷൻ ഇവിടെ വരുന്നില്ല. ഇന്ന് പത്രത്തിൽ കാണാൻ കഴിഞ്ഞു, ചൈനയിൽ നിന്ന് ആഹ്വാനം വന്നിരിക്കുന്നു, സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കണം, സ്ത്രീകൾ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കണം. ഇന്നത്തെ പത്രത്തിലെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണ രീതികൾ ഒരുപാട് തോന്നിവാസങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്ന് സഹികെട്ടപ്പോൾ ചൈനയ്ക്ക് പറയാൻ തോന്നുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതുപോലെ ലോകത്തിന് മുഴുവനും അറിയാം, സ്ത്രീ പീഡനങ്ങളുടെ മുഴുവനും അടിസ്ഥാനപരമായ ഒരു കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണമാണ്. എന്നാൽ അതിനെ മുഴുവനും കാലേ കൂട്ടി പരിഹാരം കണ്ട നേതാവാണ്, മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്, ഹറാം കഴിക്കുന്നവരുടെ വേദനയാണ്, അഥവാ ഹറാമായ ഭക്ഷണം കഴിക്കുന്നവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും കാണുന്നു, സ്വന്തം മാംസം മുറിച്ച് കഴിക്കുന്ന ആളുകൾ, അഥവാ ഗീബത്തും നമീമത്തും പറഞ്ഞ് കഴിഞ്ഞുകൂടിയ ആളുകളുണ്ട്. നിരപരാധികളായ ആളുകളെ, അതാ മറ്റുള്ളവരുടെ ന്യൂനതകൾ പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരുണ്ട്. അവര് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അവരവരുടെ മാംസം തന്നെ കഴിക്കുകയാണ്. മറ്റൊരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളങ്ങനെ, അയാളിങ്ങനെ, അയാളങ്ങനെ, അയാളിങ്ങനെ, അയാൾക്ക് ഇവിടെ ജീവിച്ചുകൂടാ. അങ്ങനെ ഒരാളെ പറഞ്ഞുകൊണ്ടേയിരുന്നാൽ അത് നിന്റെ സഹോദരന്മാരിൽ ആരായാലും, നീ ആരെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാലും അവന്റെ മാംസം തിന്നുന്നതിന്, അവന്റെ മാംസം തിന്നുന്ന സ്ഥാനത്താണ്. ഉള്ളത് പറഞ്ഞാൽ തന്നെ ഗീബത്താണ്, ഇല്ലാത്തതായാൽ കളവാണ്, ആരോപണമാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ അറിയണം, ഒരു മുസൽമാന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യാനും പിച്ചു ചീന്താനും മറ്റൊരാൾക്ക് അവകാശമില്ല. അവന്റെ ന്യൂനതകൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് സമയം കളയാൻ പാടില്ല. അതവന് നാളെ വകവെക്കുന്നത് ശിക്ഷ മാത്രമാണ്. അവര് ഗീബത്തിന്റെയും നമീമത്തിന്റെയും ആളുകളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് ഒന്നാം ആകാശത്ത് എത്തുമ്പോഴേക്ക് ഒരുപാട് രംഗങ്ങൾ കണ്ട് ഒന്നാം ആകാശത്ത് ആദം നബി അലൈഹിസ്സലാമിനെയും കണ്ട് അവിടുത്തെ അത്ഭുതങ്ങളും കണ്ടുകൊണ്ട് രണ്ടാം ആകാശമണ്ഡലത്തിലേക്ക് കടക്കുകയാണ്.
ഖാസിനുഹാ റഫാഈൽ. രണ്ടാനാകാശത്തിന്റെ പ്രൊട്ടക്ഷനും സെക്യൂരിറ്റിയും റഫാഈൽ എന്ന മലക്കിന്റെ കയ്യിലാണ്. സൈത്ത എന്നാണ് രണ്ടാമത്തെ സ്ഫിയറിന് ഹദീസുകളിൽ പറയുന്ന പേര്. രണ്ടാനാകാശം, ഭൗമാകാശം കഴിഞ്ഞാൽ രണ്ടാമത്തെ ആകാശം, അതിന്റെ കവാടം സൂക്ഷിപ്പുകാരനാണ് റഫാഈൽ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അടുക്കുന്നു. ഉടനെ ചോദിക്കുന്നു, ജിബ്രീൽ ആരാണ്? അന ജിബ്രീൽ. കൂടെ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കൂടെയുള്ളത്. ആകട്ടെ ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധ ആഗമനത്തിന്റെ സമയമായോ? അതേ ആയല്ലോ. യബ്കി വയഹ്യാ വൽ മസീഹ വമൻ ഹളർ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം കരയുന്നത് കണ്ട് രണ്ടാനാകാശത്തിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ആരാണ്? യഹ്യാ നബിയും ഈസാ നബിയുമാണ്. യഹ്യാ നബിയും ഈസാ നബിയും രണ്ടാനാകാശത്തിൽ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതെല്ലാം സംവിധാനിച്ചതാര്? വിശുദ്ധമായ ഹദീസിന്റെ ശകലങ്ങളെ മഹാന്മാരായ അയിമ്മത്ത് ആധികാരികമായി ഉദ്ധരിക്കുകയാണ്. ആകാശമണ്ഡലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കാൻ ഇന്നലകളിൽ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, വാനലോകത്തേക്ക് ഉയർത്തപ്പെട്ട പ്രവാചകന്മാർ, അവരെല്ലാവരും കാത്തുനിൽക്കുകയാണ്. ഓരോ ആകാശത്തെ രംഗങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. മൂന്നാമത്തെ ആകാശത്തേക്ക് ചെല്ലുമ്പോ രണ്ടാനാകാശം ഭൗമികമായ ഒരു ചെമ്പ് പാളികളെ പോലെയാണ് അനുഭവപ്പെട്ടത്. മൂന്നാമത്തെ സ്ഫിയറിലേക്ക് ചെന്നപ്പോൾ അത് വെള്ളിയുടെ സമാനമായ പ്രതലമാണ്. ലൈലൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആകാശമാണ്. കൗകബു യാലീൽ എന്ന പേരുള്ള മലക്കാണ്. ആ ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക് ആ കൗകബു യാലീൽ എന്ന മലക്കിന്റെ അടുക്കലേക്ക് ചെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം സലാം പറയുമ്പോൾ മംഗളം സ്വാഗതം വരട്ടെ. അല്ലാഹികം വബസീമാ. മലക്ക് ചിരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. ആരെയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സബ്സെ അലാ വൗലാ ഹമാരാ നബി. എല്ലാവരെക്കാളും അത്യുന്നതങ്ങളിൽ സ്ഥാനമാനങ്ങളാൽ അവരോധിക്കപ്പെട്ട പുണ്യനബി അലൈഹിസ്സലാമിന് സ്വാഗതം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ സ്ഫിയറിലേക്ക് കടന്നു. അപ്പോഴതാ ചന്ദ്രമുഖനായ ഒരാളിരിക്കുന്നു. ആരാണ്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെയാണ് മൂന്നാം ആകാശത്ത് കാണുന്നത്. മുത്തഅല്ലിമുകളെ, ഇത് നിവേദനങ്ങളിൽ ചിലപ്പോൾ ഒരു സ്ഫിയർ അങ്ങോട്ടും ഇങ്ങോട്ടുമായെന്ന് വരാം. വ്യത്യസ്ത നിവേദനങ്ങൾ അയിമ്മത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ ലഭ്യമായ നിവേദനങ്ങളെ മുഴുവനും വെച്ചുകൊണ്ട് മഹാന്മാരായ അയിമ്മത്ത് പ്രാമുഖ്യം നൽകിയതിനെ പരിഗണിച്ചുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ എന്ന ഗ്രന്ഥവും ഇബ്നു കസീറിന്റെ അൽ ഇസ്റാ വൽ മിഅ്റാജും പോലെയുള്ള ഗ്രന്ഥങ്ങളും അശീഖ് മുതവല്ലി ശറാവിയുടെ അൽ മുഅ്ജിസത്തുൽ കുബ്ര എന്ന ഗ്രന്ഥവും എല്ലാം പരിശോധിച്ചു നോക്കിയാൽ ഇതുപോലെ ഒരു ക്രമം കാണാം. വരട്ടെ. വെള്ളി സമാനമായ പ്രതലമുള്ള മൂന്നാം ആകാശത്തിലേക്ക് ചെല്ലുമ്പോ അവിടെയുള്ള നബി ആരാണ്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സ്വാഗതം. മർഹബൻ ബിൻ നബിയ്യി സ്വാലിഹ് വമർഹബൻ ബിൽ അഖി സ്വാലിഹ്. സ്വാഗതം. എത്ര വലിയ സൗന്ദര്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ നാളെ കടക്കാൻ പോകുന്നത് ആ രീതിയിലാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ കേന്ദ്രമാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തിനും താഴെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കണ്ടപ്പോ പെമ്പിള്ളേര് ആപ്പിളിന് പകരം കൈമുറിച്ചു കളഞ്ഞു? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോ ഒരു പെണ്ണും കൈമുറിച്ചില്ല. എന്തേ അങ്ങനെയൊന്നും ഉണ്ടാകാതിരുന്നത്? അവിടെ മഹാന്മാര് രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഉടമയാണ്. അതോടൊപ്പം ഒരു പെണ്ണിനും വൈകാരികമായി നോക്കാൻ പറ്റാത്ത വിധം അല്ലാഹു തആല മുഅ്ജിസത്തിന്റെ ഒരു കവചം നൽകിയിരുന്നു പ്രത്യേകമായി. ഒരു പെണ്ണിനും വൈകാരികമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കാൻ പറ്റൂല. എന്നാൽ യൂസുഫ് നബിയെ പോലെ അത്തരം ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാതെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതെങ്കിൽ ഈ സ്ത്രീകൾ അവരുടെ കൽബുകൾ മുറിച്ചു കളയുമായിരുന്നു കൈക്ക് പകരം എന്ന് യൂസുഫ് സാലിഹി അശ്ശാമി എഴുതുന്നുണ്ട് സുബുലുൽ ഹുദാ വറശാദ്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതുകിലുള്ള കാരണത്താൽ അബ്ദുല്ലാഹി എന്നവരുടെ മുഖത്തൊരു വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചം കാരണമായി അക്കാലഘട്ടത്തിലെ ഒരുപാട് യുവതികൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി എന്നവരെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചു. അതിലൊരു സംഭവം ചില സീറയുടെ ഗ്രന്ഥകാരന്മാരും പി തോമസ് അദ്ദേഹത്തിന്റെ സിന്റാക്ടിക് ഹിസ്റ്ററി ഓഫ് റിലിജിയൻ എന്ന പുസ്തകത്തിലും അടക്കം എടുത്തെഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ അബ്ദുല്ലാഹി എന്നവർ നടന്നു പോകുമ്പോ ആ രാജ്യത്തെ വലിയ കുലീനയായ സുന്ദരിയായ പെണ്ണ് പറഞ്ഞു, 700 ഒട്ടകം തരാം, എന്റെ കൂടെ ഒന്ന് വരാവോ? അസീർ നബവിയിൽ ഇബ്നു ഹിശാം തങ്ങളും ഈ വിഷയം എഴുതിയിട്ടുണ്ട്. എന്റെ കൂടെ ഒന്ന് വരാമോ? അല്പസമയം എന്റെ കൂടെ സ്വകാര്യം പങ്കിടാൻ വരാമെങ്കിൽ 700 ഒട്ടകം തരാം. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അൽ ഹറാമു വൽ മമാതു ദൂനഹു. ഹറാമായ കാര്യം ചെയ്യാൻ എന്നെ കിട്ടൂല, അതിനേക്കാളും നല്ലത് മരിക്കലാണ്. ഞാൻ വരൂല എന്ന് അബ്ദുല്ലാഹി എന്നറിയുന്നത്. വിവാഹം കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് തന്നെ പറയുകയാണ്, നിങ്ങളുടെ മുഖത്തുള്ള വെളിച്ചം ഇപ്പോൾ കാണുന്നില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ജനിക്കാനുള്ള ബീജം അബ്ദുല്ലാഹിയിൽ നിന്ന് ആമിന റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിപ്പോയി. അതിനുശേഷം അബ്ദുല്ലാഹിയുടെ മുഖത്ത് പ്രത്യേകമായ വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഖുലിഖതി ആമീനതൻ വളഅതി യമീന, അൽ അമീന ഗർഭം പേറിയിട്ട് പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ആമിന വല്ലാത്ത ഭാഗ്യവതി തന്നെ. റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ആമിന റളിയല്ലാഹു അൻഹുമാ എന്ന് ആലൂസി വരെ അദ്ദേഹത്തിന്റെ റൂഹുൽ മആനിയിൽ ഒരു സ്ഥലത്ത് തർബിയത്ത് ചെയ്തിട്ടുണ്ട്. ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ചില ആധുനികന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളുടെ പവിത്രത അറിയുന്നില്ല. ഇപ്പോഴാ വിഷയത്തിലേക്ക് വരുന്നില്ല. അതിന് താക്കീതായി മഹാന്മാര് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്തേ തർജൂഹു ഉമ്മതഹു വതൈഅസു ഉമ്മഹു ഹശാഹു വഹുവ ബിബിർരിഹാ യൂസീനാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട കാരണത്താൽ നാളെ വിജയിക്കുമെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയായിട്ട് പോലും ആമിന ബീവിക്ക് രക്ഷ കിട്ടിയില്ലെന്ന് പറയുകയും ചെയ്താൽ ഹാശാ വകല്ലാ,
അവരപകടത്തിൽപ്പെട്ട വിശ്വാസികൾ തന്നെ. എന്റെയും നിങ്ങളുടെയും വിശ്വാസം ലോക നേതാവായ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ്. എന്നാൽ ലില്ലാഹി യഹ്ശാഉൻ തവസ്സദ അഹ്മദു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരം രൂപപ്പെട്ട ആ ഗർഭാശയത്തിന് മൂല്യമില്ലെന്നോ? എടാ, നീ എവിടുത്തെ ഇസ്ലാമിന്റെ ആളാ? ഖുർആനും ഹദീസും എന്ന് പറഞ്ഞ മതത്തിന്റെ മൂല്യങ്ങളെ ബലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആധുനികതയുടെ കാട്ടാളന്മാരാണ് മതത്തിന്റെ വിശ്വാസത്തിന്റെ ഖണ്ഡം മുറിക്കുന്നത്. ആധുനിക യുവതയോട് പറയുന്നു, അവരുടെ വഞ്ചനയിൽ പെടല്ലേ മോനെ, വരൂ ഇലല്ലാഹി വറസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്ര തുടരുകയാണ്. എവിടെ നിന്ന് പറയണമെന്നറിയില്ല, ഏതായാലും നമുക്ക് പോയി നോക്കാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാനാകാശത്തിലേക്ക് എത്തുമ്പോ അതൊരു ഗോൾഡൻ സ്ഫിയറാണ്, ഒരു സ്വർണ്ണം കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു പ്രതലമാണ്. മുഅ്മിൻ യാലീൽ എന്ന് പറയുന്ന മലക്കാണ് ആകാശത്തിന്റെ കവാടം സംരക്ഷിക്കുന്നത്. ആ പ്രതലത്തിന് മാഊൻ സ്ഫിയർ എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. ഇത് ആത്മീയമായ ഒരു പ്രയോഗമാണ്. മോഡേൺ സയൻസിൽ ലാറ്റോസ്ഫിയർ, ലിത്തോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുമ്പോൾ ഓരോ തലത്തിനും പേരുകളുണ്ട്. ഭൗമാന്തരതലത്തിന്, ഭൂമിയുടെ അടിയിലേക്കുള്ള ഓരോ സ്ഫിയറുകൾക്ക് ഓരോ പേരുണ്ട്. നമ്മളിപ്പോൾ ഈ കൈയും ആംഗ്യമൊക്കെ കാണിക്കുന്ന അറ്റ്മോസ്ഫിയറിലാണ്. ഇതുപോലെ ഓരോ സ്ഫിയറുകൾക്ക്, ഓരോ ആകാശമണ്ഡലങ്ങൾക്ക് ഓരോ പേരുകളുണ്ട്. ആ പേരുകൾക്കനുസരിച്ച് സയന്റിസ്റ്റുകൾ അത്തരം പ്രയോഗങ്ങളെയും അവിടുത്തെ പ്രത്യേകതകളെയും വിശദീകരിക്കും. ഇതൊരു ഡിവൈൻ എക്സ്പ്ലനേഷനാണ്, ആത്മീയമായ പരാമർശമാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോ അവിടെയുള്ളതാരാണ്? നബിയുല്ലാഹി ഇദ്രീസ് അലൈഹിസ്സലാം. ഇദ്രീസ് നബി അലൈഹിസ്സലാം ഉണ്ട്. ആദ്യമായി റിസാലത്ത് ലഭിച്ച മഹാൻ. ആകാശത്ത് വെച്ച് വഫാത്താവുകയും മലക്കുകൾ പരിചരണം നൽകുകയും ചെയ്ത പ്രവാചകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇദ്രീസ് നബി അലൈഹിസ്സലാം അസീറത്തുൽ ഹലബിയിൽ പറയുന്നത് അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാലാനാകാശത്തേക്ക് ചെല്ലുമ്പോ അവിടെയുള്ള കാഴ്ചയാണ് ഇദ്രീസ് നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം. പിന്നീട് നോക്കുമ്പോഴോ മറിയം ബിൻത് ഇമ്രാൻ, മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ 70 കൊട്ടാരങ്ങൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. നാലാനാകാശത്ത് നോക്കുമ്പോൾ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ആസിയ റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന സൗകര്യങ്ങൾ. നാലാനാകാശത്ത് പിന്നെയും കാണുന്നു ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരങ്ങൾ, ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന ഉദ്യാനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ് മഹിളാമണികൾക്ക്, മഹദികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. പ്രിയമുള്ള ഉമ്മപെങ്ങന്മാരോട് പറയട്ടെ, ടിവിയുടെയും സീരിയലുകളുടെയും മുമ്പിൽ നിന്ന് സന്ധ്യ കളയാതെ അല്ലാഹുവിലേക്ക് ദിക്ർ ചൊല്ലാനും തസ്ബീഹ് ചൊല്ലാനും നിങ്ങൾ സമയം കണ്ടെത്തണേ. ഇന്ന് നിങ്ങൾ നോക്കൂ, ഏത് പേസ്റ്റ് ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ചാനലുകാരനാണ്. കുഴപ്പമില്ല, കേടുവന്നാലും പല്ലേ കേടുവരും. ഏത് സോപ്പ് ഉപയോഗിച്ച് കുളിക്കണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അതും ചാനലുകാരനാണ്. ഇനി തകരാറായാലും തൊലി കേടുവരുമെന്നേ ഉള്ളൂ. കാരണം എന്താണ്? തൊലി കേടുവന്നാലേ സ്കിൻ കെയറിന്റെ പരസ്യം വിജയിക്കും. എന്നാലേ അപ്പുറത്ത് അടുത്ത ഉൽപ്പന്നത്തിന്റെ വിജയമുണ്ടാവുകയുള്ളൂ. ചുണ്ട് കേടുവരികയും സൗന്ദര്യബോധം ബാക്കിയാവുകയും ചെയ്താലേ ലിപ്സ്റ്റിക്ക് വേണ്ടി വരും. ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും തുടർച്ചയായി മറ്റ് ബൈ പ്രൊഡക്റ്റുകൾ വരും. അതിൽ ദുരന്തങ്ങൾ ഉണ്ടായാൽ തൽക്കാലം ഈ ബോഡിക്ക് തകരാറ് വരും. എന്നാൽ ആധുനിക കാഴ്ചപ്പാടിൽ
ഇസ്ലാമിന്റെ ഫത്വകൾ സ്വീകരിക്കണമെങ്കിൽ ചാനലിലൂടെ കേൾക്കണം എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇബ്ലീസ് ഓരോരുത്തരെ അധീനപ്പെടുത്തുന്നത് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മേഖലയിലൂടെ. ഔലിയാക്കന്മാരുടെ അടുത്തൊക്കെ ഇബ്ലീസ് വന്നിട്ടുണ്ട്. വന്നത് നല്ല മുത്തവയായിട്ടാവും, നല്ല ധാടിയും നല്ല തലപ്പാവും ഒക്കെ വെച്ചിട്ട് അവര്. കാരണം എന്നാലേ അവരെ വഴികേടിലാക്കാൻ പറ്റൂ. ഔസുല്ലാഹ് തങ്ങളുടെ അടുക്കിലേക്ക് ഇബ്ലീസ് വന്നത് എങ്ങനെയാണ്? ദാറുൻ നദവയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തു ചെയ്യണമെന്ന് മുക്കാ മുശ്രിക്കുകൾ കൂടിയാലോചന നടത്തുമ്പോൾ നജ്ദിലെ ഒരു ഷെയ്ഖിന്റെ രൂപത്തിലാണ് ഇബ്ലീസ് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. നജ്ദുകാരനായ ഒരു ഷെയ്ഖിന്റെ മോഡൽ. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, എവിടെയായി തീരുമാനമൊക്കെ? തൽക്കാലം നാട് കടത്തുക, അല്ല അങ്ങനായാ പോരാ, കൊന്നുകളയണം എന്ന തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ എടുപ്പിച്ചത് ഇബ്ലീസാണ്. റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഇനി നിസ്കരിക്കണ്ട, നിങ്ങൾ നിസ്കരിച്ചത് തികച്ചുപോയി. റസൂലുള്ളാഹി തങ്ങൾ വഞ്ചനയിൽ വീണില്ല. എടാ, നിസ്കരിക്കണ്ട എന്ന് പറയുന്ന ഒരു തരീഖത്തിൽ ലോകത്തില്ല, അതുകൊണ്ട് നീ പഴച്ച തരീഖത്തിന്റെ ആളാണ്. ഇബ്ലീസ് അവരെ ചതിപ്പാനായി വന്നാലേ ഇബ്ലീസ് ചാച്ചി കിടത്തിച്ചു വിട്ടോവർ. നബവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ദിക്ർ ചൊല്ലുകയാണ് രാത്രിയിൽ. വലിയൊരു ഷെയ്ഖ് വന്നിട്ട് പറഞ്ഞു, ഓ നബവി, ദിക്ർ ചൊല്ലരുത്, കാരണം ഉറങ്ങുന്നവർക്ക് ബുദ്ധിമുട്ടായി പോയി. നബി ഇമാം തങ്ങൾ നോക്കിയപ്പോൾ ഇന്ന് വരെ ഞാൻ ദിക്ർ ചൊല്ലിയിട്ട് ഒരു മുടക്കം ഉണ്ടായില്ല ആളുകൾക്ക്, അതുകൊണ്ട് ഈ വന്നയാൾ നല്ലയാളല്ല എന്ന് മനസ്സിലാക്കിയ നബി ഇമാം തങ്ങൾ വീട്ടുകാരെ മുഴുവനും വിളിച്ചുണർത്തിയിട്ട് ദിക്ർ ഹൽഖ അങ്ങ് തുടങ്ങി. പറയാൻ വന്നയാളെ കാണുന്നില്ല, അത് ഇബ്ലീസുൽ ലഈനായി. ഇതുപോലെയാണ് മുസ്ലിയാരെ വഞ്ചിക്കാൻ പറതയിട്ടവണ്ണ അവര്. കാരണം മുസ്ലിയാർ ഒരു പരിഷ്കാരിയായ പെണ്ണിനെ വേഗം ശ്രദ്ധിച്ചുകൊള്ളണം എന്നില്ല. ഓരോരുത്തരെയും അവരുടെ ശൈലിയിലാണ് വഞ്ചിക്കാൻ വരിക. ഇതുപോലെയാണ് റമദാൻ മാസമാകുമ്പോഴേക്ക് അല്പമൊക്കെ ഈമാനുള്ള വീട്ടിലൊക്കെ TV ഒന്ന് മടക്കി വെക്കും, ഒരു മാസത്തേക്ക് അവധി. അത് ശൈത്താൻ മനസ്സിലാക്കി, ഇങ്ങനെ ഒരു മാസം മുസ്ലിങ്ങളെല്ലാം TV-യിൽ ലീവായാൽ പറ്റൂല, അതുകൊണ്ട് ശഅബാനിൽ തന്നെ 1-2 പരസ്യം കൊടുക്കണം. എന്താണ് പരസ്യം? റമദാൻ സ്പെഷ്യൽ പ്രോഗ്രാം TV-യിൽ. അങ്ങനെ കുറെ ആളുകളുടെ പ്രോഗ്രാമുകൾ ഇറങ്ങും. പ്രിയമുള്ള സഹോദരങ്ങളെ, അറിയണം, ഇതുപോലെ ചില ആളുകൾക്ക് ഫത്വയാകണമെങ്കിൽ TV-യിലെ മൗലിയാര് പറയണം. ഇതിന്റെ അർത്ഥം TV-യിൽ കാണുന്ന എല്ലാ മൗലിയാരെയും ആക്ഷേപിക്കണമെന്നല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, TV-യിലൂടെ തെറ്റായ ഫത്വ പറയുന്ന മൗലവിമാരുണ്ട്. അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമങ്ങൾ വേണ്ടതുപോലെ പഠിക്കാതെ പറയുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ആഴത്തിൽ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ ഏതോ ഒരു മൗലവിയുടെ ചാനൽ ഫത്വയിൽ വീണുപോകാൻ പാടില്ല. ഈ നാട്ടിൽ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് ദീർഘകാലം ഇവിടെ ഖത്തീബായി സേവനം ചെയ്തവരാണ്. അവരതാ ഇന്നും ഞങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ ഈ പ്രായമേറിയ സമയത്തും കിതാബ് മുതാല ചെയ്യുകയാണ്. അവർ ഇൽമിന്റെ ആഴങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ വ്യക്തമായി മതമറിയുന്ന പണ്ഡിതന്മാരുടെ ഫത്വയ്ക്ക് വില കൽപ്പിക്കുകയല്ലാതെ ഏതെങ്കിലുമൊക്കെ ആളുകളുടെ ഫത്വയുടെ പിന്നാലെ പോയിക്കൂടാ. അതല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന മഹദികൾക്ക് വലിയ സ്ഥാനമാണ്. മറിയം ബീവിയുടെ കൊട്ടാരമാണ് കാണുന്നത്. ബഹുമാനപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരമാണ്. ഇനിയും വരാം 5ാമത്തെ ആകാശത്തിലേക്ക് പോകുമ്പോ അത് അനുഭവപ്പെടുന്നത് റെഡ് പേൾ, ചുവന്ന നല്ല വജ്രം പോലെയുള്ള വസ്തുക്കളാണ് അവിടെ കാണുന്നത്. ചുവന്ന രൂപത്തിലുള്ള നല്ല പവിഴങ്ങളാണ് കാണുന്നത്. ആ ആകാശത്തിന് പേര് ശഖ്ഹീൻ എന്ന പേരാണ് നൽകുന്നത്. ശതഫത്ത് യാലീൽ എന്ന് പറയുന്ന മലക്കാണ് 5ാം ആകാശത്തിന്റെ കാവൽക്കാരനായ മലക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം അവിടെയുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. യുറഹിബു ളാഹികം വബസീമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അറിയുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. മൂസ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഫറോവയുടെ മുമ്പിൽ ദഅവത്തിന് പോയ പ്രവാചകനാണ്. വിശുദ്ധ ഭാഷണം കൊണ്ട് ശ്രുതി നേടിയ മഹാനാണ് നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാമിന്റെ സ്വീകരണം ഏറ്റുവാങ്ങി. മർഹബൻ ബില്ലഹി സ്വാലിഹി വന്നബി സ്വാലിഹ്. ആറാമത്തെ ആകാശത്തിലേക്ക് ചെല്ലുമ്പോൾ അസ്റയൂൻ എന്നാണ് ആറാം ആകാശത്തിന്റെ പേര്. പച്ച ഗോമേതകമാണ് ആ പ്രതലത്തിന് അനുഭവപ്പെടുന്നത്. റൗഅൻ യാലീൽ എന്ന മലക്കാണ് ആകാശത്തിന്റെ കാവൽക്കാരൻ. ആ നിലയിൽ മലക്കുകളാൽ സംരക്ഷിക്കപ്പെടുമ്പോ വഅതാഹു ജിബ്രീലുൽ അമീനു നദീമാ. ജിബ്രീൽ അലൈഹിസ്സലാം ഗൈഡായി കൂടെ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിക്കുമ്പോ അവിടെയുള്ളതാരാണ്? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ ഈ യാത്രയിൽ നാലാമതോ മൂന്നാമതോ ആണ് കാണുന്നത്. കസീബുൽ അഹ്മറിന്റെ അടുക്കൽ കണ്ടു എന്ന നിവേദനം കഴിഞ്ഞുപോയി. ഇമാം ബുഖാരിയുടേതാണ്. വരുന്ന വഴിയിൽ നിന്നുകൊണ്ട് സലാം പറഞ്ഞവരിൽ മൂസാ നബി അലൈഹിസ്സലാം ഉണ്ടെന്നൊരു നിവേദനമുണ്ട്. മസ്ജിദുൽ അഖ്സയിൽ ചെല്ലുമ്പോൾ അവിടെയും മൂസാ നബി അലൈഹിസ്സലാം ഉണ്ട്. 7 സഫായിട്ട് അമ്പിയാക്കൾ എന്ന് നിസ്കരിച്ചപ്പോ അതിലൊന്നാമത്തെ സഫിലുള്ള ഒരു നബിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടൊപ്പം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്ന മഹാനാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോ പൊട്ടിയങ്ങ് കരഞ്ഞുപോയി. എന്തേ കരയാനുള്ള കാരണമെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ഒരു മെമ്പർ ആകണമെന്ന് ആശിച്ച നബിയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. എന്റെ ശേഷം വന്ന പ്രിയപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര വലിയ പ്രൗഢിയും വലിയ ഉമ്മത്തും കിട്ടിയല്ലോ. എന്റെ ഉമ്മത്തിനെ ഹിദായത്തൊന്നും ഉൾക്കൊള്ളാൻ വേണ്ട പോലെ കഴിഞ്ഞില്ലല്ലോ എന്നതാണ് സങ്കടത്തിന്റെ മറ്റൊരു കാരണമെന്നും പറയുന്നുണ്ട്. ഏതായാലും മൂസാ നബി അലൈഹിസ്സലാം കരയുകയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രംഗമൊക്കെ വിശദീകരിക്കുമ്പോ പറയുകയാണ്, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ വിചാരണയൊന്നുമില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് കടക്കുമല്ലോ. അവരെ കുറിച്ചുള്ള പരാമർശമാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നടക്കുന്നത്. ഈ വിശദീകരണം മദീനയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുമ്പോ ഉക്കാശ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ആ 70,000 ആളുകളിൽ ഒരു മെമ്പർഷിപ്പ് എനിക്ക് തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, നിങ്ങളെ ഉക്കാശ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ നൽകി. ഉടനെ അടുത്തയാളുടെ ചോദ്യം എനിക്കും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബഖക ബിഹാ ഉക്കാശ, ആ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെട്ടു. അതിന് കാരണം അയാൾ മുനാഫിഖുകളിൽപ്പെട്ട ആളായിരുന്നു എന്ന ഒരു വ്യാഖ്യാനം കൂടി അയിമ്മത്ത് എഴുതുന്നുണ്ട്. രണ്ടാമത് ചോദിച്ചയാൾ
ഏതായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാഹു ഹുവൽ മുഅ്തി വ അന ഖാസിം. അല്ലാഹു നൽകുന്നു, ഞാൻ വിതരണം ചെയ്യുന്നു. റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്. സ്വർഗ്ഗീയോദ്യാനത്തിൽ അവിടുത്തെ സാമീപ്യം വേണം നബിയേ. അതെ, നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അഇന്നി അലാ ദാലിക ബികസ്റത്തി. ആ സ്ഥാനം നൽകി, അതിന് ക്വാളിഫിക്കേഷൻ ആകാൻ എന്ന നിലക്കും മഹത്വം കൽപ്പിച്ചുകൊണ്ടും നിങ്ങൾ സുജൂദ് വർദ്ധിപ്പിക്കണം. ആ സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു രാത്രിയിൽ സേവനം ചെയ്തപ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനെയും കണ്ട് യാത്ര തുടരുമ്പോൾ ഏഴാനാകാശത്തിലേക്ക് ചെല്ലുകയാണ്. ഓരോ ആകാശവും ചെമ്പിന്റെയും വെള്ളിയുടെയും സ്വർണത്തിന്റെയും ചുവന്ന പവിഴങ്ങളുടെയും പച്ച ഗോമേതകത്തിന്റെയും ഒക്കെ സ്ഫീറുകളാണെങ്കിൽ ഏഴാമത്തെ ആകാശം പ്രകാശമാണ്. ശംഊൻ എന്ന പേരുള്ള സ്ഫീറാണ്. നൂറ് യാലീൽ എന്ന മലക്കാണ് ആ കവാടം സൂക്ഷിക്കുന്നത്. ആയിരക്കണക്കിന് മലക്കുകളാണ് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഏഴാനാകാശത്ത് ചെല്ലുമ്പോ അതാ ചാരിയിരിക്കുകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് ഏഴാമത്തെ സ്ഫിയറിൽ ഇരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഏറെ നേരം സംസാരിക്കുകയാണ്. വിജയികളുടെ ആത്മാക്കളെയും പരാജിതരുടെ ആത്മാക്കളെയും ഒക്കെ പഠിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടില്ലേ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് വലിയ ഒരു കവചമാണ്, മഹത്വമുള്ള ദിക്റാണ്. ഏഴാനാകാശമണ്ഡലത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, വറആ അലാ അജബിൻ അബാഹു ഇദാ നളർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാകാശമണ്ഡലങ്ങളെയും കടന്ന് അതാ ഇസ്റാ കഴിഞ്ഞ് മിറാജിനും അതേ രാത്രിയിൽ നിന്ന് സഞ്ചരിക്കുമ്പോ വസറായിറൻ നാസൂതി വൽ ജബറൂതി ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി കമ്മിൽ ലദുന്നിൻ ഹവാഹു ഉലൂമാ. നാസൂത്ത് എന്ന് പറഞ്ഞാൽ മാനവിക ലോകത്തിന് ലഭിച്ചിട്ടുള്ള ദൈവീകമായ ജ്ഞാനത്തിന്റെ തലങ്ങൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. ജബറൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ ജ്ഞാനലോകത്തെ രഹസ്യങ്ങൾ. ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി, ഇലാഹിയായ ജ്ഞാന ലോകത്തിലേക്ക് പകർന്നു കൊടുക്കുന്ന ലാഹൂത്തിലെ മുദർരിസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഐനം മുദർരിസ മസ്ജിദിൽ ലാഹൂതി, ലാഹൂത്ത് പള്ളി മുദർരിസ കാണുന്നു. ചൊല്ലൂ സ്വലാത്ത് സലാമുകൾ